മുത്തശ്ശിയുടെ അടുക്കളയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഓണത്തിന് വളരെ സ്പെഷ്യലായിട്ട് ഞാൻ പിങ്ക് കളർ സേമിയ പായസമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. ഞാൻ കുക്കറിലാണ് ഇത് ഉണ്ടാക്കുന്നത്. വെറും 3 ചേരുവകൾ മാത്രം നമുക്കിതിന് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഈ കുക്കറിൽ നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ട് ആ കുക്കറിലേക്ക് ഞാൻ 3 ഗ്ലാസ് 3/4 ലിറ്റർ പശുവിൻ പാലാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പാല് ഫ്രഷായിട്ടുള്ള പാലായിരിക്കണം. പാക്കറ്റ് പാലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അധികം പഴക്കമില്ലാത്ത പാലെടുക്കണം, ഫ്രഷായിട്ടുള്ള പാലെടുക്കണം. അപ്പോൾ ഞാൻ 3 ഗ്ലാസ് പശുവിൻ പാല്, കൊഴുപ്പുള്ള പശുവിൻ പാലാണ് ചേർക്കുന്നത്, 3/4 ലിറ്റർ പശുവിൻ പാല്. ഇനി ഈ പാലിലേക്ക് ഞാൻ 1 ഗ്ലാസ് വെള്ളവും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് കൊഴുപ്പുള്ള പാലായതുകൊണ്ടാണ് 1 ഗ്ലാസ് വെള്ളം ചേർക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ചേർക്കാതെ 1 ലിറ്റർ പാല് മാത്രമായിട്ട് എടുക്കാം. ഇപ്പോൾ ഞാൻ 3 ഗ്ലാസ് പാലും 1 ഗ്ലാസ് വെള്ളവും അങ്ങനെ 1 ലിറ്ററാണ് മൊത്തത്തിലെടുത്തത്. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എടുക്കുന്ന കുക്കർ വളരെ വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. പിന്നെ നമ്മൾ വെള്ളം നമ്മൾ കഴുകിയെടുത്തതിന് ശേഷം ഈ കുക്കർ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച് ആ വെള്ളം കളഞ്ഞ് എടുക്കണം. കാരണം ഇതിൽ കറിയുടെ അംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ പാല് പിരിഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ കുക്കർ വൃത്തിയായിട്ട് കഴുകണം എന്ന് പറയുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 കപ്പ് പഞ്ചസാരയാണ്. ഞാനിവിടെ റോസ് ഷുഗറാണ് ചേർക്കുന്നത്. ഇത് ബ്രൗൺ ഷുഗർ അല്ല, റോസ് ഷുഗറാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വൈറ്റ് കളറാണ് പഞ്ചസാര ഉള്ളതെങ്കിൽ വൈറ്റ് കളർ ഷുഗർ ചേർക്കാം. എൻ്റെ അടുത്ത് റോസ് ഷുഗറാണ് ഉള്ളത്, അതുകൊണ്ടാണ് ഞാൻ റോസ് ഷുഗർ ചേർത്തത്. അപ്പോൾ ഞാനിപ്പോൾ ഈ 1 ലിറ്റർ അളവിലേക്ക് ഞാൻ ചേർത്തത് 1/2 കപ്പ് പഞ്ചസാരയാണ്. 1/2 കപ്പ് പഞ്ചസാര എന്ന് പറഞ്ഞാൽ മീഡിയം അളവിലുള്ള മധുരത്തിനാണ് ഞാൻ 1/2 കപ്പ് പഞ്ചസാര ചേർത്തത്. എനിക്ക് മീഡിയം അളവ് മധുരമാണ് എനിക്കിഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് അല്പം കൂടെ പഞ്ചസാര ചേർക്കാം. അപ്പോൾ നമ്മൾ ഈ കുക്കറിലേക്ക് പാലും വെള്ളവും ഒക്കെ ചേർത്തിട്ട് പഞ്ചസാരയും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് നമ്മൾ കുക്കറും പാലും കൂടെ കുക്കറിലുള്ള പാല് നമ്മൾ അടപ്പത്ത് വെക്കുകയാണ്. അപ്പോൾ നമുക്കിത് ആദ്യം ഇതൊന്ന് തുറന്ന് വെച്ചിട്ട് നമുക്കിതൊന്ന് ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം പാല്. അപ്പോൾ നമുക്കിതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിളയ്ക്കുന്ന വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്കിത് വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്കിത് പാല് തിളച്ച് വരും. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഞാനിപ്പോൾ പാല് അടുപ്പത്ത് വെച്ചിട്ട് പാല് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പാല് തിളച്ച് തുടങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് സേമിയ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് 100 ഗ്രാം സേമിയയാണ് ഞാൻ ഈ പാലിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ സേമിയ ചേർക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കൂടുതൽ അളവ് ചേർക്കാം. അതുപോലെ തന്നെ ഞാൻ ചേർക്കുന്നത് വറുത്ത സേമിയയാണ്. വറുത്ത സേമിയ നമ്മൾക്ക് കടയിൽ നിന്ന് നമ്മൾ വാങ്ങുന്നത് വറുത്ത സേമിയ ആയിരിക്കും മിക്കവാറും കിട്ടുന്നത്. അപ്പോൾ നമ്മളിത് വീണ്ടും വറുക്കേണ്ട ആവശ്യമില്ല. നെയ്യൊന്നും ചേർക്കണ്ട. നെയ്യൊന്നും ചേർത്താൽ ഈ പായസത്തിന് തനത് രുചി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വറുത്ത വെർമിസെല്ലി വറുത്ത സേമിയാണ് ഞാൻ എടുക്കുന്നത്. അത് 100 ഗ്രാം സേമിയ മാത്രമേ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ കൂടുതൽ അളവ് സേമിയ എടുക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പാലിൻ്റെ അളവ് കൂട്ടുക. അപ്പോൾ ഇതിൽ 1 ലിറ്റർ പാലും വെള്ളവും കൂടിയുള്ള അളവിലേക്ക് 100 ഗ്രാം സേമിയയാണ് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. നമുക്കിതൊന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് നമുക്ക് ഇത് 1 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ കുക്കർ അടയ്ക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ വെയിറ്റും എല്ലാം ഉൾപ്പെടെയാണ് നമ്മൾ കുക്കർ അടയ്ക്കുന്നത്. ഇതിലേക്ക് വിസിൽ നമ്മൾ കേൾപ്പിക്കുന്നില്ല. വിസിൽ വരാത്ത വിധം നമ്മളിതിൽ ഏറ്റവും ചെറിയ ബർണറിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ നമ്മൾ ഇട്ടിട്ട് 1 മണിക്കൂർ ഈ കുക്കർ അനക്കാതെ വെക്കണം. അപ്പോൾ ഈ 1 മണിക്കൂർ കുക്കർ അനക്കാതെ വെക്കുമ്പോൾ ഇത് കത്തിപ്പോവുകയോ അടി കത്തുപിടിക്കുകയോ ഒന്നും ചെയ്യില്ല. നമ്മൾ വെയിറ്റ് ഇടുന്നത് കൊണ്ട് ഇതിൻ്റെ പാലും ഒന്നും പിരിഞ്ഞു പോവുകയില്ല, ഒന്നും ചെയ്യില്ല. അപ്പം ഞാൻ ഏറ്റവും ചെറിയ ബർണറിലേക്ക് ഇത് മാറ്റാണ്. അപ്പോൾ ചെറിയ ബർണറിലേക്ക് ഞാനിങ്ങനെ നീക്കി വെച്ചു. ഇനി ഇത് 1 മണിക്കൂർ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഒരു വിസിലടിച്ചാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾക്കിത് 1 മണിക്കൂറിന് ശേഷം നമ്മളിതിവിടെ വെച്ചിട്ട് നമ്മുടെ ഓണസദ്യക്കാണെങ്കിലും നമുക്ക് ബാക്കിയുള്ള കറികളൊക്കെ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ നമുക്കത് ചെയ്യാൻ നമുക്ക് സമയം കളയേണ്ട ആവശ്യമില്ല. നമ്മൾ 1 മണിക്കൂർ ഇതിങ്ങനെ അനക്കാതെ വെക്കുക. ഇപ്പോൾ ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു. ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തു. നമ്മളിനി കുക്കർ ഇപ്പം നമ്മൾ തുറക്കരുത്, അനക്കാതെ 1 മണിക്കൂർ കൊണ്ട് വെയിറ്റ് ചെയ്യുക. 1 മണിക്കൂർ കൊണ്ട് വെയിറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഗ്യാസും ഇതിൻ്റെ ആവിയെല്ലാം എയറെല്ലാം പോയതിന് ശേഷം നമുക്കിത് 1 മണിക്കൂറിന് ശേഷം തുറക്കാം. എന്നാലാണ് ഇതിൻ്റെ പാലിൻ്റെ കളറ് മാറി പിങ്ക് കളർ ആവുള്ളൂ.
അപ്പോൾ നമ്മൾ ഇത് കത്ത് പിടിക്കുമെന്ന് ഇരുന്ന് നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല, ഒന്നും സംഭവിക്കില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിങ്ക് കളർ പായസം കിട്ടും. അപ്പോൾ ഞാൻ തുറന്നിട്ടുണ്ട് കുക്കർ തുറന്നപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ കളറൊക്കെ മാറി നല്ല പിങ്ക് കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി നോക്കാം. അപ്പോൾ നോക്കി നമ്മുടെ കുക്കർ പാലും സേമിയയും എല്ലാം നന്നായിട്ട് വെന്ത് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. അത് അടിയിലൊന്നും പിടിച്ചിട്ടില്ല. പാലിൻ്റെ കളറ് നമ്മൾ പിങ്ക് കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് 5 മിനിറ്റും അല്പം ക്ഷമയുണ്ടെങ്കിൽ നമുക്കിത് വളരെ ഈസി ആയിട്ട് കുക്കിംഗ് അറിയാത്ത ആർക്കും തയ്യാറാക്കാവുന്ന സിമ്പിളായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ് ഇത്. ശരിക്കും നമുക്ക് പിങ്ക് കളർ പാൽപ്പായസം വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഞാനിതിലേക്ക് നെയ്യോ ഏലക്കായപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. കാരണം നമ്മുടെ ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പായസത്തിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ഞാൻ ചേർക്കണില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് കിസ്മിസും കശുവണ്ടിയൊക്കെ നെയ്യിൽ വറുത്തിടാം, പിന്നെ ഏലക്കായപ്പൊടി ചേർക്കാം, ഉപ്പ് ചേർക്കാം. ഇതൊന്നും ഞാൻ ചേർത്തിട്ടില്ല. പക്ഷേ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഞാൻ ഉണ്ടാക്കിയ പായസത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പായസമാണിത്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയാണ്. ഏത് കൊച്ചു കുട്ടികൾക്കും ഉണ്ടാക്കാം. നമ്മുടെ സമയം ഒട്ടും തന്നെ വേസ്റ്റ് ആവുന്നില്ല. അപ്പോൾ നമ്മുടെ അടുത്ത് കുക്കർ ഉണ്ടെങ്കിൽ നമുക്കിത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിതെല്ലാവരും ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് അറിയിക്കുക. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിതിനി നമ്മുടെ പായസം ഒരു പാത്രത്തിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പിങ്ക് കളർ സേമിയ പായസം നമുക്കിനി ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയാണ്. ഞാൻ 1/2 കപ്പ് പഞ്ചസാര ചേർത്തുള്ളൂ എങ്കിലും ഇത് പായസത്തിന് നല്ല മധുരം ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കൂടുതൽ മധുരം ചേർക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഈ 1/2 കപ്പ് പഞ്ചസാര തന്നെ ഞാൻ ഈ 1 ലിറ്റർ പാലിലേക്ക് ചേർത്തപ്പോൾ തന്നെ ഈ പായസത്തിന് നല്ല ടേസ്റ്റുള്ള മധുരം കിട്ടി. കൂടുതൽ മധുരം ചേർക്കാതിരിക്കണതായിരിക്കും നല്ലത്. 1/2 കപ്പ് എന്ന് പറഞ്ഞാൽ 125 ml പഞ്ചസാരയാണ് ഞാൻ ചേർത്തത്. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ലേ നമ്മുടെ പാലിൻ്റെ കളർ നല്ല പിങ്ക് കളറായി വന്നിരിക്കണത്. അപ്പോൾ നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണേ. അപ്പോൾ ഞാൻ 1 ലിറ്റർ പാലും 100 ഗ്രാം സേമിയയും കൊണ്ട് ഞാൻ 4 പേർക്കുള്ള പായസമാണ് തയ്യാറാക്കിയത്. അപ്പോൾ നിങ്ങൾ ഈ അളവിന് നിങ്ങൾക്ക് തയ്യാറാക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് വളരെ ഉപകാരപ്രദമായിരിക്കും.